പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ഉപയോഗിച്ച് കർത്താവ് എന്താ ഈ സിസ്റ്ററിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നത്? അപ്പോൾ കാണിച്ചു തന്നു വരം ദർശനത്തിലൂടെ. അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് ചോദിച്ചു. ആ വ്യാഖ്യാനം തന്നു. അതെടുത്ത് മാറ്റണം എങ്ങനെയാണെന്ന് ചോദിച്ചു. ശുദ്ധീകരിക്കുക. ആ ഭാഗത്ത് പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവെ ആ ബോധ്യത്തിൻ്റെ നിലയിലാണ് അപ്പോൾ വിശുദ്ധീകരണം വേണ്ടത്. ബോധ്യത്തിൻ്റെ നിലയിൽ. അതാണ് പൗലോസ് പറയുന്നത്, ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ യുക്തി വിചാരം നടത്തി. എന്നാൽ പ്രായപൂർത്തിയാകുമ്പോൾ ശിശു സഹജമായവ മാറണം. അപ്പോൾ ഞാനിങ്ങനെ സിസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ ഈ വിശദീകരണ പ്രാർത്ഥനയൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതെല്ലാ ദിവസവും പ്രാർത്ഥിച്ചോ, ഇനി വേറെയും പലതും ഉണ്ടാകും. എന്തിനു പറയണോ, ആ 5 മിനിറ്റത്തെ പ്രാർത്ഥനയിലൂടെ സിസ്റ്ററിൻ്റെ ഉള്ളിൽ വർഷങ്ങളായിട്ട് കിടന്നിരുന്ന ആ ബോധ്യം, പിതാവിനാൽ നടാത്ത ആ ചെടി പിഴുതു മാറ്റപ്പെട്ടു. അന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഷെയറിങ്ങിന് വേണ്ടി ആരെങ്കിലും വന്ന് പറയാൻ പറഞ്ഞപ്പോൾ ഓടിച്ചാടി സിസ്റ്റർ വന്നിട്ട് ഈ 10,000 പേരുടെ മുൻപിൽ യേശുവിനെ ആദ്യമായിട്ട് പ്രഘോഷിച്ചു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇത് കൃത്യമായിട്ടിപ്പോൾ മനസ്സിലായില്ലേ? നമ്മളിൽ വരദാനങ്ങളും ഉണ്ടെങ്കിലും അതിനെ ഞെരുക്കുന്ന, അതിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത ഇങ്ങനെ ചില ബോധ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടക്കാം. അതെന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ പരിശുദ്ധാത്മാവിനൊരു ടോർച്ച്, ഇപ്പോൾ ഒരു ഇരുണ്ട് കിടക്കുന്ന മുറിയിൽ ഇങ്ങനെ ടോർച്ച് അടിക്കുമ്പോൾ നമ്മളവിടെ കാണുന്ന പൊടിപടലങ്ങളെല്ലാം കണ്ടുകൂടെ ആ ടോർച്ചിൻ്റെ പ്രകാശത്തിൽ. അപ്പോൾ അവിടെ ഒരു ചെലന്തി വല തൂങ്ങിക്കിടക്കണം. അത് സാധാരണ നമ്മൾ കാണില്ല, ഈ ടോർച്ച് അടിക്കുകയാണെങ്കിൽ കാണും. എന്ന പോലെയാണ് പരിശുദ്ധാത്മാവേ, നീ ആ ടോർച്ച് അടിച്ച്, അതായത് നിൻ്റെ പ്രകാശത്താൽ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന പൊടിപടലങ്ങളെ കാണിച്ചു തരണം. ഈശോന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരിക്കും അത്. പരിശുദ്ധാത്മാവിന് ഭയങ്കര സന്തോഷം. എടാ മിടുക്ക, നീ മനസ്സിലാക്കിയല്ലേ എൻ്റെ കഴിവെന്താന്ന്. ഇങ്ങനെ പരിശുദ്ധാത്മാവ് ചിന്തിക്കും. ഞാൻ ഇത്രയും നാളിരുന്നിട്ട് എന്തൊരു ആഴ്ച ഇതൊന്ന് അടിച്ച് മെനയാക്കാൻ നോക്കി, നീ എനിക്ക് തുറന്നു തന്നോ? ഇത്രയുള്ളൂ കാര്യം. നമ്മളങ്ങ് പരിശുദ്ധാത്മാവിന് തുറന്നു കൊടുക്കുക. എൻ്റെ അബോധം മനസ്സിൽ കയറി ഒന്ന് അടിച്ച് വൃത്തിയാക്കിയേ, എൻ്റെ ഉപബോധം മനസ്സിലേക്ക് കയറി ഒന്ന് അടിച്ച് വൃത്തിയാക്കിയേ. ഈശോ എടുത്തിരിക്കുന്ന ആ സിംബോൾ കഴുകുക, വിശദീകരിക്കുക. എല്ലാ ദിവസവും അവർ കാല് കഴുകണം. എപ്പോൾ പുറത്ത് പോയാലും വന്ന കാല് കഴുകണം. അപ്പോൾ എത്ര ആവശ്യം ശുദ്ധീകരിക്കണം? എപ്പോഴെല്ലാം പുറത്ത് പോകുന്നു അപ്പോഴെല്ലാം ശുദ്ധീകരിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഈ വിശുദ്ധിയുടെ ആ ചക്രവാളം വിട്ട് നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ പോകാൻ സാധ്യതയുണ്ട്. വിഷമിക്കണ്ട. പക്ഷെ അകത്ത് വരുമ്പോൾ കാല് കഴുകും. അപ്പോൾ അങ്ങനെ ഒരു തുറന്ന ഒരു സംവിധാനം തന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പറയേണ്ടത് അങ്ങനെയൊക്കെ പറഞ്ഞ് ശരിയാവില്ല, നീ ഇനി വീണ്ടും വരാണെങ്കിൽ നിനകത്ത് കയറ്റില്ല, അങ്ങനെ പറയുന്ന ഒരു ദൈവമല്ല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ പറയുന്ന നമ്മൾ എന്തോരം പൈസ അടച്ചാലും ഒരു മാസം കൃത്യസമയത്ത് അടച്ചില്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കട്ടാവും. കട്ടാവോ? കട്ടാവും. അങ്ങനെ കട്ടാക്കണ ഒരു ദൈവമല്ല. അങ്ങനെ കട്ടാക്കുന്ന ദൈവമല്ല. ദൈവം ഈസ് നോട്ട് ടയേർഡ് ഓഫ് ഫർഗിവിങ് എന്നാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. ദൈവം ഒരിക്കലും നമ്മൾക്ക് ക്ഷമിക്കാനോ വിശദീകരിക്കുന്ന കാര്യത്തിൽ ദൈവം ഒരിക്കലും തടസ്സമോ ദൈവം ഒരിക്കലും ക്ഷീണിക്കുന്നില്ല. എത്ര പ്രാവശ്യം. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ എടുക്കണം. ഇന്നലത്തെ ലത്തീൻ കുർബാനയിലുള്ള വായനയിൽ 3 വായനകളും, ഒന്ന് യെശയ്യാ പറഞ്ഞു, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുടെ മധ്യേ വസിക്കുന്നവനുമാണ്, അതുകൊണ്ട് ഞാനിതിനൊന്നും യോഗ്യനല്ല. കർത്താവ് സെറാഫുക്കളിൽ ഒന്നിനെ കൊണ്ട് കുടിലുകൊണ്ട് അൾത്താരയിൽ നിന്നും ഒരു തീക്കട്ടയെടുത്ത് അവൻ്റെ അധരത്തിൽ സ്പർശിച്ചിട്ട് പറഞ്ഞു, നീ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു,
നിൻ്റെ സകല പാപവും മാറി. മലങ്കര കുർബാനയിൽ വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തരുന്നത് വിശുദ്ധ കുർബാന. ഇതാ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരവും രക്തവുമാകുന്ന തീക്കട്ട നിത്യജീവനായിട്ട് സ്വീകരിക്കുക. തീക്കട്ട അത് വചനമാണ്, പരിശുദ്ധാത്മാവാണ്, സർവോപരി യേശുവിൻ്റെ ശരീരവും രക്തവുമാണ്. ആ തീക്കട്ട നമ്മളിലേക്ക് കടന്നു വന്നാൽ അത് പോണ വഴിയെല്ലാം വിശുദ്ധീകരിക്കുന്നു. രണ്ടാം വായന പൗലോസ്ലീഹയുടെ ഞാനായിരിക്കുന്നത് എൻ്റെ ഒരു കഴിവുകൊണ്ടുമല്ല, കൃപ കൊണ്ടാണ്. മൂന്നാം വായന അതായത് സുവിശേഷം പത്രോസ് മീൻ പിടിച്ച് വലിയ മീൻപിടുത്തം, രാത്രി ഒന്നും അധ്വാനിച്ചിട്ട് കിട്ടിയില്ല. ഈശോ പറഞ്ഞ ആഴത്തിലേക്ക് നീക്കി വലകറിഞ്ഞു, ഭയങ്കര മീൻപിടുത്തം. അപ്പോൾ പത്രോസ് പറയണം, അയ്യോ ഞാൻ പാപിയാണേ, എന്നിൽ നിന്ന് അകലണേ. അപ്പോൾ ഈ 3 പേര് യേശയ്യായും പൗലോസും പത്രോസ്, കണ്ടോ, പഴയ നിയമം പുതിയ നിയമം, പുതിയ നിയമത്തിൻ്റെ പുതിയ നിയമമായ പൗലോസ്, ഒരു 3 പേരും പറഞ്ഞ എന്താ, കർത്താവേ ഞാൻ പാപിയാണ്. എന്നാൽ കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുന്നു. എനിക്കിങ്ങനെയുള്ള കുറേ പാപികളെയാണ് വേണ്ടത്. യേശയ്യാ നീ പോകൂ, ജെറമിയാ നീ പോകൂ. ഇവരൊക്കെ പാപികളായിരുന്നു. ജെറമിയ പറഞ്ഞ് എന്നെ അയക്കില്ലേ, എനിക്കിതിനൊന്നും ഒരു കഴിവില്ല, നീ അങ്ങനെയൊന്നും പറയരുത്, ഞാൻ പറയുന്നിടത്ത് നീ പോയിക്കോ. അപ്പോൾ നമ്മൾ ഈ വിശുദ്ധി എന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്ന വലിയൊരു ആനുകൂല്യമാണ്. നമ്മളതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ എണീറ്റാൽ ആദ്യം ഈ ആനുകൂല്യത്തെ എടുക്കുക. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കലം കഴുകണം, മുഖം കഴുകണം എന്ന മാതിരി നമ്മുടെ ഉള്ളിൽ കഴുകണം. ഇത് നമ്മുടെ പ്രാർത്ഥനാ രീതിയിലുണ്ടാകേണ്ട ഒരു വ്യത്യാസമാണ് സ്നേഹമുള്ളവർ. നമ്മൾ എന്തെങ്കിലും രാവിലെ വേഗം പ്രാർത്ഥിച്ചാൽ പോരാ, വേഗം ചെയ്താൽ പോരാ, പ്രാർത്ഥിക്കാനും ജ്ഞാനം വേണം. എന്താദ്യം പ്രാർത്ഥിക്കണം, എന്ത് രണ്ടാമത് പ്രാർത്ഥിക്കണം എന്നുള്ളതിന്. ഒരമ്മ നല്ല ഭക്ഷണം ഉണ്ടാക്കി, അപ്പോൾ കൊച്ചിന് അത് ശരിയാവില്ല, നല്ല എരിവും പുളിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുട്ടികൾക്ക് വേണ്ടി വേറെ അധികം എരിവില്ലാണ്ട് മുളകില്ലാണ്ട് വേറൊരു ഭക്ഷണം ഉണ്ടാക്കി. അപ്പോൾ എന്തൊക്കെ അമ്മ ചെയ്തു, അമ്മ പാരലൽ കുക്കിംഗ് നടത്തിയില്ലേ, 2 അടുപ്പിൽ വേറെ കുക്ക് ചെയ്തു. എല്ലാം ഈ എൻ്റെ മോൾക്ക് അവളുടെ ഇഷ്ടമുള്ള ഭക്ഷണം. അവസാനം ഊണുമേശയുടെ അടുത്ത് വന്നപ്പോൾ അവൾ കരച്ചിലോട് കരച്ചിൽ. അവൾ പറയാണ്, എനിക്കത് വേണ്ട, എനിക്ക് മമ്മിയും പപ്പയും കഴിക്കണ എരിവുള്ള ഭക്ഷണം മതി. മമ്മി എന്ത് നീ പറയണ, നീ അത് കഴിച്ച നിൻ്റെ തൊണ്ട, നിൻ്റെ വയറ് വരെ എരിയും, നിനക്കത് കൊള്ളില്ല, ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ എ ചൈൽഡ്. കരച്ചിലോട് കരച്ചിൽ. എൻ്റെ മോളെ നീ കരയില്ലേ, നിനക്കിത് കൊള്ളില്ല, നിനക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ഉണ്ടാക്കിയത്, നല്ല മധുരമുണ്ട്, നല്ല രുചിയാണിത്, നിനക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. എനിക്കത് വേണ്ട, എനിക്ക് മമ്മി കഴിക്കണമാണ്. ബഹളം, കരച്ചിൽ. അവസാനം മമ്മി എന്ത് ചെയ്തു, പപ്പ പറഞ്ഞു, എന്നാ അത് ചോദിക്കണത് കൊടുക്ക്, കരച്ചിൽ നിൽക്കട്ടെ. ഇത് യോഹന്നാൻ ക്രൂസ് കർമ്മലമലകയറ്റത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് യോഹന്നാൻ ക്രൂസ് പിതാവ് പറയുകയാണ്, ഇങ്ങനെയാണ് നമ്മളെല്ലാവരുടെയും അധികവും പ്രാർത്ഥനകൾ. എന്താണ് നമ്മുടെ കരച്ചിൽ? എന്തിനാണ്? നമ്മുടെ ഈ കുബുദ്ധി, നമ്മുടെ ഈ മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിൽ ഉരുത്തിരിയുന്ന ആശയത്തിൽ നല്ലത് ഇതാണെന്ന് ചിന്തിക്കുകയാണ്. പക്ഷേ പിതാവ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ നല്ല കാര്യങ്ങൾ നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്നത് നമ്മൾ കൈപ്പറ്റുന്നില്ല. ഈ അമ്മ ഈ കൊച്ചിന് വേണ്ടി നല്ല പലഹാരം ഉണ്ടാക്കി വെച്ചത് അവിടെ ഇരിക്കുകയാണ്. അത് മുതിർന്നവർ കഴിക്കുന്ന ഭക്ഷണം വേണം, അത് കഴിച്ചു. കരച്ചിൽ നിർത്താൻ വേണ്ടി കൊടുത്തു. അപ്പോൾ മനസ്സിലായ, ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് വേണ്ടി
ഉദ്ദിഷ്ട കാര്യം സാധിച്ചതിൻ്റെ പേരിൽ നന്ദി. അഡ്വർടൈസ്മെൻറ്റിന് കാശും കൊടുത്തു, സ്പോൺസർ ചെയ്തിട്ടു. ഉദ്ദിഷ്ട കാര്യം ആരുടെ കാര്യമാണ്? നമ്മുടെ സ്വന്തം കാര്യം. കർത്താവ് കാണിച്ചു വെച്ചിരിക്കുന്ന കാര്യം അവിടെ ഇരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്കുണ്ടാകേണ്ട ഒരു വളർച്ച ഇതാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം നമുക്ക് വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്ന, കണ്ണ് കാണാത്തതും കാത് കേൾക്കാത്തതും മനുഷ്യ മനസ്സിനെ നിരൂപിക്കുക പോലും ചെയ്യാൻ പറ്റാത്ത അത്രയ്ക്കും വലിയ കാര്യങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്. എന്ത് പറയണം? പ്രാർത്ഥന മാറ്റണോ വേണ്ടയോ? പ്രാർത്ഥന വളരെയധികം മാറണം. ഒന്നും വിഷമിക്കണ്ട. നമ്മൾ അമ്മ തെരേസ്യ പറയാറുണ്ട്, പ്രാർത്ഥന ബിഗിനറുടെ അല്ലെങ്കിൽ ആരംഭക്കാരൻ്റെ പ്രാർത്ഥന പോലെയല്ല വളർന്നവരുടെ പ്രാർത്ഥന. നമ്മളിപ്പോഴും പണ്ട് അമ്മാമ്മ പഠിപ്പിച്ച ചില പ്രാർത്ഥനയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കില്ല. കുഞ്ഞായിരുന്നപ്പോൾ പ്രാർത്ഥിച്ചു, ചുമ്മാ ഇങ്ങനെ ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഓറൽ പ്രെയർ എന്ന് പറയും. പക്ഷെ ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കോൺടെംപ്ലേറ്റീവ് പ്രെയറാണ്. പ്രാർത്ഥനയെക്കുറിച്ച് ക്ലാസ്സായി പോകാണല്ലോ, അങ്ങോട്ട് പോട്ടേലേ. വേറൊരു കാര്യം കേട്ടോട്ടോ, ഷോക്ക് അടിക്കാൻ പോവാണ് ഇപ്പം എല്ലാവർക്കും. ഇന്ന് കൈ പൊക്കിയേ, ഒന്ന് സ്തുതിച്ചേ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണേ, ജ്ഞാനം നൽകണേ, ജ്ഞാനം നൽകണേ, ജ്ഞാനം നൽകണേ, വെളിപാട് നൽകണേ, വെളിവ് നൽകണേ, വെളിവ് നൽകണേ. വെളിവു നിറഞ്ഞോരീശോ. ആർക്കെങ്കിലും അറിയാമോ? വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു. വെളിവിനടിയാരഖില ധാരമതാം വെളിവും നീ. ഇങ്ങനെയാണ് മലങ്കര കുർബാന ആരംഭിക്കുന്നത്. നീ വെളിവാണ്. നമ്മൾ കുറച്ച് പ്രാർത്ഥിച്ചു, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് കർത്താവ് ഒരു പുതിയ കാര്യം നിങ്ങളെ ഇപ്പോൾ കേൾപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. ഈശോ പ്രാർത്ഥനയെക്കുറിച്ചുള്ള കാര്യമാണ്. വലിയ കാര്യമാണ്. ഒരു അത്ഭുതകരമായൊരു കാര്യമാണെന്നറിയാം. ഇതെനിക്കൊരു 4 വർഷമായിട്ടുള്ളത് മനസ്സിലായിട്ട്. അത് കഴിഞ്ഞതോടുകൂടി എനിക്ക് ഭയങ്കര സംഭവങ്ങളാണ്. കേൾക്കണോ? കേൾക്കണോ? കേക്ക് പറയൂല. നമ്മൾ ഒരുപാട് വായിച്ചിട്ടുള്ള വചനങ്ങളാണ് ഈ പറയണതൊക്കെ കേട്ടോ. പക്ഷെ അതിനെ നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ ഒരു വെളിവോട് കൂടി കേൾക്കുകയാണ്, വെളിപ്പെടുത്തലോടുകൂടി. മർക്കോസ് 14-ാം അധ്യായം 32-ാമത്തെ വചനം എല്ലാവരും എടുത്ത് വായിക്കണം. മർക്കോസ് 14-ാം അധ്യായത്തിൽ 32-ാമത്തെ വചനം ഇതാണ് പറയുന്നത്. അവൻ ഗെത്സമനി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെന്നു. അവിടെ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഇരിക്കുവിൻ. സിറ്റ് വിത്ത് മീ വൈൽ ഐ പ്രേ. എല്ലാവർക്കും കിട്ടിയോ? എല്ലാവരും ഒന്ന് ശബ്ദമുയർത്തി വായിച്ചേ. മതി മതി മതി, ഇത്രയും മാത്രം. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു. എല്ലാവരും അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കും.
ഒന്നുകൂടി ഉച്ചത്തിൽ പറഞ്ഞേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ. ഇപ്പോൾ ഇവിടെ ആരാ പ്രാർത്ഥിക്കുന്നേ? ഈശോ. നമ്മളോട് എന്താ പറഞ്ഞേ? അവിടെ ഇരുന്നാൽ മതി. ഇത് വലിയൊരു സിദ്ധാന്തമാണ് പ്രാർത്ഥനയുടെ. പക്ഷെ ഇത് തോമസ് പോൾ വിശുദ്ധന് മാത്രമേ ഇത് കാണിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങളെല്ലാം വിശുദ്ധരാണ് കേട്ടോ, ഞാൻ മാത്രമല്ല. വിശുദ്ധരാണോ? അതുകൊണ്ടാണ് പറയണത് വിശുദ്ധ കുർബാന വിശുദ്ധർക്കുള്ളതാണ്. വിശുദ്ധരല്ലാത്തവരാരും മാമോദീസായിലൂടെ മുദ്ര കുത്തിയവർക്ക് മാത്രമേ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വിശുദ്ധരാണെങ്കിൽ വിശുദ്ധർക്ക് അനുസരിച്ചുള്ള ചിന്തയിലേക്ക് നമ്മൾ വരണം. നമ്മളിവിടെ മീൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെയും കണക്ക് നോക്കിയിരുന്ന കാര്യം നടക്കില്ല. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതം. ആ വിചാരം വെച്ച് ഇതിനൊന്ന് ചിന്തിച്ച് ഈശോ പറയാണ്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നീ എൻ്റെ അടുത്ത് ഇങ്ങനെ മുട്ടിയിരുന്നാൽ മതി. എന്താണ് അങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഞാൻ മുന്തിരിച്ചെടിയും നീ എൻ്റെ ശാഖയും. ഞാൻ പിതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ആ ലഭിക്കുന്നത് മുഴുവനും നിനക്ക് തന്നൊക്കെ ഞാൻ. മനസ്സിലായോ? പിതാവ് നിനക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് നിനക്ക് തരാം. ഇന്നലെ കുർബാനയിൽ സുവിശേഷത്തിൽ എന്നെ സ്പർശിച്ചൊരു വാക്കിതാണ്. മാർത്ത ഈശോയോട് പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. എന്നിട്ട് അടുത്ത് പറയാണ്, എങ്കിലും നീ ചോദിക്കുന്നത് എന്തും ദൈവം തരും എന്ന് എനിക്കറിയാം. അതെല്ലാം മർത്ത ഒരാളുടെ കാര്യമല്ല, ഇത് നമ്മളെല്ലാവരും മർത്തമാരാണ്. നമ്മളെല്ലാവരുടെയും കാര്യം നമ്മൾ വിശ്വസിക്കണം. നീ ചോദിക്കുന്ന എന്തും കേട്ടോ. ഇപ്പം ആരാ അവിടെ പ്രാർത്ഥിക്കുന്നത്? മർത്ത പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇല്ല. മർത്തായെ കർത്താവ് ഉയർത്തി അവളുടെ വിശ്വാസം. മർത്തായോട് പറഞ്ഞ് നിൻ്റെ സഹോദരൻ ഉയർത്തരുത്. അപ്പോൾ അവൾ പറയണം, അതെനിക്കറിയാം, അന്ത്യദിനത്തിൽ ഉയർക്കും. അപ്പോഴാണ് ഈശോ പറയണത്, ഞാനാണ് ഉയർപ്പ്, ഞാനാണ് ആ അന്ത്യദിനത്തിലുള്ള ഉയർപ്പ്. എൻ്റെ കർത്താവ് അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്ന രാജാവ് ഇവിടെ എൻ്റെ മുമ്പിൽ നിന്ന് കരയണോ? ആലോചിച്ച് നോക്കി. അവളുടെ ഉള്ളങ്ങ് വികസിച്ചിട്ട് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. നീ വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം നീ ഇപ്പം കാണും. മഹത്വം എന്ന് പറയുന്നത് എപ്പോഴും അന്ത്യദിനത്തിൻ്റെ ആ രാജാവിൻ്റെ മഹത്വമാണ്. എന്നാൽ പറയാണ്, ആ മഹത്വം നിന്നെ ഞാൻ ഇപ്പം കാണിക്കാൻ പോവുകയാണ്. എവിടെയാ അവനെ അടക്കിയിരിക്കണത്? വാ, നമുക്ക് അങ്ങോട്ട് പോകാം. അവൾക്ക് മനസ്സിലാവണില്ല എന്താ സംഭവിക്കാൻ പോണെന്ന്. നീ വന്ന് കാണുക കർത്താവ്, ഇവിടെയാ. എന്നിട്ട് സംഭവം കാര്യം മാറിയില്ലേ? പറയാണ്, ആ കല്ലെടുത്ത് മാറ്റും. അയ്യോ കർത്താവേ, ഇന്നലെ വരെ ഞങ്ങൾ പോയി അകത്ത് എല്ലാം 3 ദിവസം അകത്ത് പോയി ഈ ശവശരീരത്തിൽ ലേപനം പുരട്ടാം. 3 ദിവസം കഴിഞ്ഞാൽ തുറക്കില്ല. എന്തുകൊണ്ട്? 3 ദിവസം കഴിഞ്ഞാൽ ശവം അഴുകാൻ തുടങ്ങും, ശരീരം അഴുകാൻ തുടങ്ങും. ആ 3 ദിവസവും 4 ദിവസത്തിൻ്റെ കണക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് അവൾ പറഞ്ഞത്, ഇപ്പോൾ 4-ാം ദിവസമായി എന്ന് പറഞ്ഞാൽ 4-ാം ദിവസം ആരും കല്ലറ തുറക്കില്ല. അതുകൊണ്ടാണ് യേശു എപ്പോഴും പറഞ്ഞിരുന്നത്, ഞാൻ 3-ാം ദിവസം ഉയർത്തിയത്. അപ്പോൾ അവരെ സംബന്ധിച്ച് 3-ാം ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3-ാം ദിവസം അവർ കല്ലറ തുറക്കും, 4-ാം ദിവസം തുറക്കില്ല. അപ്പം ഇതാണ് സങ്കീർത്തനത്തിലെല്ലാം പറയുന്നത്. അവൻ്റെ തൊണ്ട കുറച്ച് ശരിയായില്ലേ, അവൻ്റെ ശരീരം അഴുകാൻ അനുവദിക്കുകയില്ല. ആ സങ്കീർത്തനം നമ്മൾ പാടിയില്ലെന്നാണ് 16-ാം സങ്കീർത്തനം. അപ്പോൾ അവൻ്റെ ശരീരം അഴുകാൻ സമ്മതിക്കില്ല, കർത്താവ് സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഈശോ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത്. ഈശോ മനുഷ്യനാണ്, എന്നാൽ അതേസമയം ഈശോ ദൈവമാണ്. അതുകൊണ്ട് അവൻ്റെ ശരീരം അഴുകില്ല.
ആ ദൈവത്വത്തെ മുഴുവനും അനുഭവിക്കുന്ന അനേകം വിശുദ്ധരുടെ ശരീരവും അഴിയുന്നില്ല. ഇതാ ഇപ്പോൾ റോമിൽ ഭയങ്കര ജനപ്രളയമാണ്. എന്താ ജനപ്രളയം? വിശുദ്ധ പാതിരി പിയോൻ്റെ അഴുകാത്ത ശരീരം പാതിരി പിയോൻ്റെ ആശ്രമത്തിൽ നിന്ന് ഈ കരുണയുടെ വർഷം പ്രമാണിച്ച് വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെ വച്ചിരിക്കുകയാണ് നഗരി കാണിക്കാൻ. വലിയ ജനപ്രവാഹമായിരുന്നു പറഞ്ഞത്. റോം മുഴുവനും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു ഈ പ്രൊസഷൻ. എന്നിട്ട് ആ പാതിരി പിയോ, അപ്പോൾ എന്താണ് അതിൻ്റെയൊക്കെ അർത്ഥം? അതിൻ്റെയൊക്കെ വലിയ അർത്ഥമുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത്, ഈശോ മർത്തയുടെ വീട്ടിൽ വെച്ചിട്ട് എന്നിട്ട് എന്താ പറഞ്ഞേ? മർത്ത പറഞ്ഞു, അയ്യോ കർത്താവേ, ഇപ്പം 4-ാം ദിവസമായിട്ടുണ്ട്, ദുർഗന്ധം വമിക്കുന്നുണ്ട്. മർത്ത, ഞാൻ പറഞ്ഞില്ലേ, നീ വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം കാണും. നീ അവിടെ പറയാത്തത് ഇതാണ്, ഞാനാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. നീ തന്നെയല്ലേ പറഞ്ഞത് ഞാൻ എന്ത് ചോദിച്ചാലും കിട്ടുമെന്ന്. അതൊക്കെ ഇപ്പോൾ മറന്നുപോയി. അല്ലെങ്കിൽ ഇത്രയും വിചാരിച്ചില്ല. അന്ത്യദിനത്തിൽ ഉണ്ടാകുന്ന ഉയർപ്പിനെ ഇപ്പോൾ മുൻ അനുഭവമാക്കി തരാം. വാസ്തവത്തിൽ അതാണ് ക്രിസ്തീയതയുടെ മർമ്മം. ക്രിസ്തീയത എന്ന് പറയുന്നത് അന്ത്യദിനത്തിലുണ്ടാകുന്ന ഉയർപ്പിൻ്റെ മുൻ അനുഭവത്തിൽ ജീവിക്കുന്ന അവസ്ഥയാണ് ക്രിസ്ത്യാനി. ഇപ്പം അതൊന്ന് കേട്ടോ ആ വചനം. പിന്നെ 1002 കാറ്റഗിസത്തിൽ 1002 പറയുകയാണ്, അവസാന ദിവസം ശരീരം ഉയർക്കും. എന്നാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ തന്നെ അവസാന ദിവസം ക്രിസ്തു നമ്മെ ഉയർപ്പിക്കുമെന്നത് സത്യമെങ്കിൽ, ഒരു വിധത്തിൽ നാം ക്രിസ്തുവിനോട് കൂടെ ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞു എന്നതും സത്യമാണ്. ക്രിസ്തുവിനോട് കൂടെ ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞു എന്നതും സത്യമാണ്. ശ്രദ്ധിക്കണം. എന്തെന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ക്രിസ്തീയ ജീവിതം ഇപ്പോൾ ഇവിടെ വെച്ച് ക്രിസ്തുവിൻ്റെ മരണത്തിലും പുനരുത്ഥാനത്തിലുമുള്ള ഒരു പങ്കുചേരലാണ്. ക്രിസ്തീയ ജീവിതം ഇപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലുള്ള പങ്കുചേരലാണ്. അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹത്വം. വിശുദ്ധ കുർബാന വിശുദ്ധർക്കുള്ളതാണ്. ഇവിടെ വെച്ച് ഈ വിശുദ്ധിയിൽ മുഴുവൻ പങ്കുതരുകയാണ്. മാർത്തയോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, നീ വിശ്വസിച്ചോളേ, നീ വിശ്വസിച്ചോ, ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നിട്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, നീ എൻ്റെ പ്രാർത്ഥന എപ്പോഴും കേൾക്കുമെന്ന് എനിക്കറിയാം. എങ്കിലും ഞാനിപ്പോൾ ഇച്ചിരി ഉച്ചത്തിൽ പറയുന്നത് ഈ സമൂഹം മുഴുവനും അറിയാൻ വേണ്ടിയാണ്, നീ എന്നെ അയച്ചുവെന്നും അവരങ്ങനെ വിശ്വസിക്കാൻ വേണ്ടിയാണ്. ഈശോ ഒറ്റ പ്രാർത്ഥന നടത്തി, ലാസറേ പുറത്തു വരിക. ഇപ്പോൾ മരിച്ച വ്യക്തിയുടെ ആത്മാവ് പിതാവിൻ്റെ അടുത്താണ്, ശരീരമേ ഇവിടെ ഉള്ളൂ. എന്നാലിപ്പോൾ ആ ആത്മാവ് പിതാവിൻ്റെ അടുക്കൽ നിന്നും പുറത്തു വന്ന് ശരീരത്തിൽ പ്രവേശിച്ചു. ശരീരവും ആത്മാവും ഒന്നായി. ഇതൊരു കഥയാണോ അതോ നടന്ന സംഭവമാണോ? ശരിക്കും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നമ്മൾ എന്നിട്ട് ഇവിടെ കാട്ടിക്കൂട്ടണേ? ശരീരത്തിൻ്റെ ഉയർപ്പിൽ ഉത്ഥാനത്തിൻ്റെ ശക്തിയിലുള്ള വിശ്വാസമാണ്. ഇപ്പം ആര് പ്രാർത്ഥിക്കണോ നല്ലത്? നമ്മൾ പ്രാർത്ഥിക്കണോ ഈശോ പ്രാർത്ഥിക്കണോ? ഇന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കുറച്ച് നേരം ഈശോൻ്റെ അടുത്ത് ഇരുന്നിട്ട്, ഈശോയെ നീ പ്രാർത്ഥിക്കട്ടോ, ഞാൻ നിൻ്റെ അടുത്തിരിക്കുകയാണ്,
ഇത് നിത്യാരാധനയിലിരിക്കാം. ഇനി ഒന്നുമില്ലെങ്കിൽ കിടക്കയിലിരുന്നിട്ട് ഈശോയെ നീ എൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ, നീ പ്രാർത്ഥിക്കുക, നിനക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാലോ, നീ പ്രാർത്ഥിക്കുക, ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ അത്ഭുതം, വലിയ അനുഭവം ഉണ്ടാകുന്ന ഒരു പ്രാർത്ഥന. ഓക്കെ, നമുക്കൊന്ന് കണ്ണടച്ച് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഈശോയോട് ഇങ്ങനെ ഒന്ന് പറഞ്ഞ്, ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു, നീ പ്രാർത്ഥിക്കുന്നു, ഞാൻ നിൻ്റെ അടുത്തിരിക്കുന്നു, നിനക്കറിയാലോ എനിക്കെന്താണ് വേണ്ടതെന്ന് നിനക്കറിയാലോ. പിതാവ് എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നതെല്ലാം എനിക്ക് തരണമേ, ഞാൻ നിൻ്റെ അടുത്തുണ്ട്. ഇനി അങ്ങ് ലയിച്ചിരിക്കുക. ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈശോ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ പ്രാർത്ഥിക്കുന്ന ഈശോയുടെ അടുത്ത്, ആ പ്രാർത്ഥിക്കുന്ന ഈശോയുടെ അടുത്ത്, ആ പ്രാർത്ഥിക്കുന്ന ഈശോയുടെ അടുത്ത് ഈശോയെ നീയാണ് പ്രാർത്ഥിക്കുന്നത്, ഞാൻ സ്വീകരിക്കുന്നു. ഐ ആം ഓൺലി എ റെസിപ്പിയൻറ്റ്. നീ പ്രാർത്ഥിച്ച് കിട്ടുന്ന ആ വലിയ നിധി ഞാൻ സ്വീകരിക്കുന്നു. നീ പ്രാർത്ഥിച്ച് കിട്ടുന്ന അതെല്ലാം ഞാൻ സ്വീകരിക്കുന്നു ഈശോയെ. അതെൻ്റെ ആത്മാവിലൂടെ ലോകം മുഴുവനിലേക്ക് ഒഴുകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഇരിക്കുവിൻ. ആ പ്രാർത്ഥിക്കുന്ന ഈശോയോട് ഒട്ടിയിരുന്നു കൊണ്ട് ഈശോ പ്രാർത്ഥിക്കുന്നു എന്നുള്ള ബോധ്യത്തിലൊന്ന് ഭാഷാപരത്തിലൊന്ന് സ്തുതിച്ച് നമ്മളൊന്നും പ്രാർത്ഥിക്കുന്നില്ല. ഈശോ പ്രാർത്ഥിക്കുന്നു. ഈശോ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ആത്മാവിന് വേണ്ടതെല്ലാം ഈശോ നമ്മിലേക്ക് നൽകുന്നു. ആ ബോധ്യത്തിൽ നമ്മളിങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബോധ്യത്തിൽ ഒഴുകട്ടെ ഒഴുകട്ടെ. ശാലബലബലബല. എല്ലാവരും ഭാഷാപരത്തിൽ ശാലബലബലബല. ശാലബലബലബലബലബലബലബല.
കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട്, എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട്, കർത്താവേ സ്തോത്രം. ശക്തിയോടെ, ദാഹത്തോടെ കർത്താവേ നീ പ്രാർത്ഥിക്കുന്നു. നീ പ്രാർത്ഥിക്കണേ, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു നീ ചോദിക്കുന്നത് എന്തും എൻ്റെ പിതാവ് നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 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 പ്രാർത്ഥനയാകുന്ന മഹാവിസ്മയനീയത. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതോടൊപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു രഹസ്യം, ഈ പ്രാർത്ഥന ഉത്ഭവിക്കുന്നത് മനുഷ്യനിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നത്രേ. കാറ്റഗിസത്തിലെ വളരെ പ്രധാന ഒരു കാര്യം ഇവിടെ പറയുന്നു. പ്രാർത്ഥന എന്ന മഹാ അത്ഭുതം കിണറ്റിൻകരയിൽ വെച്ചാണ് പ്രാർത്ഥനയാകുന്ന ഈ മഹാവിസ്മയനീയ വിസ്മയം നമുക്ക് അനാവൃതമാകുന്നത്. കിണറ്റിൻകരയിൽ ഈശോ സമരിയാക്കാരിയുടെ അടുത്ത് വന്നിട്ട് ആരാ അവിടെ പ്രാർത്ഥിച്ചേ? സമരിയാക്കാരി വല്ലതും പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ടോ? മറിച്ച് ഇവിടെ പറയുന്നത് ഈശോ പ്രാർത്ഥിച്ചു എന്നാ. ഈശോ ദാഹിക്കുന്നു. ഈശോ ആരോട് പ്രാർത്ഥിച്ചു? ഈശോ സമരിയാക്കാരിയോട് ചോദിച്ചു, എനിക്ക് കുടിക്കാൻ തരിക. ആ ചോദ്യം ഈശോയുടെ ഉള്ളിൽ അവൾക്ക് വേണ്ടി, ആ ആത്മാവിന് വേണ്ടിയുള്ള ദാഹത്തിൻ്റെ ചോദ്യമാണ്. ദൈവത്തിൻ്റെ ദാനം എന്തെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ 2560 കാറ്റഗിസത്തിൽ 2560 പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ദാനം എന്തെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ. വെള്ളം തേടി എത്തുന്ന കിണറ്റിങ്കൽ വെച്ചാണ് പ്രാർത്ഥന എന്ന മഹാവിസ്മയത്തെ അനാവരണം ചെയ്തത്. അവിടെ ഓരോ മനുഷ്യൻ ജീവിയെയും കണ്ടുമുട്ടാൻ ദൈവം വന്നു ചേരുന്നു, യേശു വന്നു ചേരുന്നു. അവിടെ നിന്നാണ് ആദ്യം നമ്മെ തേടി വന്ന് നമ്മോട് ദാഹജലം ആവശ്യപ്പെടുന്നത്. അവിടെ നിന്നാണ് നമ്മെ തേടി വന്ന് നമ്മോട് ദാഹജലം ആവശ്യപ്പെടുന്നത്. എന്നിട്ട് പറയുകയാണ്, യേശുവിന് ദാഹിക്കുന്നു. നമ്മെപ്പറ്റി ദൈവത്തിനുള്ള ആഗ്രഹത്തിൻ്റെ അഗാധതയിൽ നിന്ന് ഉയരുന്നതാണ് അവിടുത്തെ അഭ്യർത്ഥന. നാം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ ദാഹവും നമ്മുടെ ദാഹവും തമ്മിലുള്ള സമാഗമമാണ് പ്രാർത്ഥന. ദൈവത്തിൻ്റെ ദാഹവും നമ്മുടെ ദാഹവും തമ്മിലുള്ള സമാഗമമാണ് പ്രാർത്ഥന. അപ്പോൾ എവിടെ നിന്ന് ആരംഭിക്കുന്നു ഈ പ്രാർത്ഥന? ദൈവത്തിൽ നിന്ന് ആരംഭിക്കുന്നു. ആ ബോധ്യത്തോടെ നമുക്കൊന്ന് സ്തുതിക്കാം. പരിശുദ്ധാത്മാവേ, ഞാൻ വിശ്വസിക്കുന്നു എല്ലാ പ്രാർത്ഥനയും ദൈവത്തിൽ നിന്ന് ആരംഭിക്കുന്നു. പരിശുദ്ധാത്മാവേ, ശബ്ദമുയർത്തി സ്തുതിയുയർത്തിക്കൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ.
ശാല ഹലബല ശാല ഹലബല. ഈശോയെ, അങ്ങാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണേ. ഞങ്ങളിൽ വസിക്കുന്ന യേശുവേ, ജ്ഞാനം നൽകണമേ. ദൈവിക രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ജ്ഞാനം അക്ഷയനിധിയാണ്. അത് സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. ജ്ഞാനം എല്ലാ കാര്യങ്ങളും കൃത്യമായി ക്രമീകരിക്കുന്നു. ഹല 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 ഹല. ശാല ഹല ശാല വല 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 വല. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.